8/2/2021 ഒന്ന് അടിച്ചു നോക്കിക്കോളൂ, ഗൂഗിളിൽ അടിച്ചു നോക്കിക്കോളൂ, ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ. അതിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജിയോയാണ് 5 പൈസയുടെ ഗുണമില്ലാതെ 4 കടുടിയെ തന്ന ജിയോ. ഈ ജിയോയുടെ കുഴിഞ്ഞു തിന്നാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. ജിയോ അനുവദിച്ചു എന്താ, ഡി അനുവദിച്ചു 4 ഗഡു. 1/1/2019 ഡിയെ, 1/7/2019 ഡിയെ, 1/1/2020 ഡിയെ, 1/7/2020 ഡിയെ 16% ഡിയെ അനുവദിച്ച ശേഷം പറഞ്ഞു ഇതിലെ 38 മാസത്തെ കുടിശ്ശിക PF-ലേക്ക് ലയിപ്പിക്കും. എന്നിട്ട് അത് വിഡ്രാ ചെയ്യാമെന്ന് മതി പറഞ്ഞു. എന്നൊക്കെ വിഡ്രാ ചെയ്യാമെന്നാണോ? 1 ജനുവരി 19 ജനുവരി 1 ഏപ്രിൽ മാസം 1 2023 7/2019 9/2023 ജനുവരി 2020 വിഡ്രാ ചെയ്യാം എന്ന് ഏപ്രിൽ മാസം 2024 ഈ കഴിഞ്ഞത്. ഇനി അവസാനത്തെ ഡിയെ നമുക്ക് വിഡ്രാ ചെയ്യാം എന്ന് 9/2024 1/9/2024 ശേഷം ഇത് വിഡ്രാ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ 3 കടുടിയെ വിഡ്രാ ചെയ്യാൻ സമയമായി. ആർക്കെങ്കിലും PF-ൽ കൊടുത്ത് ഈ പൈസ ഇടത് സർക്കാരിന്റെ കാലത്ത് ഇന്നേ വരെ ഈ നിമിഷം വരെ വിഡ്രാ ചെയ്തതായിട്ട് തെളിവ് തന്നാൽ അവർക്കൊരു പൊൻമോതിരം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 25/2021 എന്ന് പറഞ്ഞ ഉത്തരവിലൂടെ നമുക്ക് സാങ്ഷൻ ചെയ്യപ്പെട്ടതും നമ്മളിൽ നിന്ന് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതുമായിട്ടുള്ള ആ തുകയുടെ 3 ഗഡു നമുക്ക് ഉണ്ടാക്കി തന്നാൽ അത് കഴിച്ചാൽ എന്ത് തരാം? ഒരു പൊൻമോതിരം തരാൻ മുന്നണിക്കാരന് കഴിയുമോ? എംപ്ലോയീസ് അസോസിയേഷൻകാരന് കഴിയുമോ? ഭരണഘടനാ സംഘടനക്കാരന് കഴിയുമെങ്കിൽ അവരെ വിളിച്ചാദരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. അവർ പറയുന്ന പണി ചെയ്തുകൊണ്ട് ഈ പണി ഞങ്ങൾ നിർത്താനും തയ്യാറാണ് എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. അപ്പോ അവിടെയും പോയി നമ്മുടെ പൈസ. ഇനി പേര് മിഷന്റെ കുടിശ്ശിക കിട്ടിയ ആർക്കെങ്കിലും ആരെങ്കിലും PF-ൽ പോയ ഒന്നാമത്തെ ഗഡു PF-ൽ പോയി, രണ്ടാമത്തെ ഗഡു PF-ൽ പോയി, മൂന്നാമത്തെ ഗഡു PF-ൽ പോയി. എവിടെ പോയി? ഒരാളുടെയും PF-ലേക്ക് പോയിട്ടില്ല. ഒരാളുടെയും അക്കൗണ്ടിലേക്ക് ഈ പൈസ പോയിട്ടില്ല. 4 ഗഡുവിൽ 3 ഗഡുവിൽ ലയിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 1 തീയതിയായിരുന്നു. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഡെഫർ എന്ന് പറയുന്ന ഒരു വാക്ക്. ഡെഫേർഡ് എന്ന് പറയുന്ന ഒരു വാക്ക്. നിർത്തലാക്കി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഡെഫർ ചെയ്ത് മാറ്റിവെച്ചു എന്ന് പറയുക. ഇതൊന്നും തന്നെ ആർക്ക് മനസ്സിലായില്ലായിരുന്നു. 2002 ആണ്ടിൽ കേരളം ഭരിച്ചിരുന്ന ശ്രീമാൻ AK ആന്റണിക്ക് ഈ വാക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ലീവ് സറണ്ടർ നിർത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? 2002 ജിയോയിൽ അദ്ദേഹം പറഞ്ഞു ലീവ് സറണ്ടർ നിർത്തലാക്കി. നമുക്ക് എത്ര ദിവസം നഷ്ടപ്പെട്ടു ആലോചിക്കണം. 2002 ജനുവരി മാസം 16 തീയതിയാണ് ആ ഉത്തരവ് ഇറങ്ങുന്നത്. ആ ജനുവരി മാസം 16 തീയതി ഇറങ്ങുന്ന ഉത്തരവിൽ ലീവ് സറണ്ടർ നിർത്തലാക്കി എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ ജീവനക്കാരിൽ എത്ര ദിവസത്തെ ലീവ് സറണ്ടർ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ഓർക്കണം. 2001-2 എല്ലാവരും ലീവ് സറണ്ടറിന് അപ്ലൈ ചെയ്യുന്നത് ഏത് മാസമാണ്? ഏപ്രിൽ മാസത്തിലാണ്. 2001 ഏപ്രിൽ കഴിഞ്ഞ് 2002 ജനുവരി എല്ലാവരും എന്ത് ചെയ്തു? സറണ്ടർ ചെയ്തു. ആ വർഷത്തെ നഷ്ടം 0. അന്നുള്ള ലീവ് സറണ്ടറിന്റെ എണ്ണം 20. രണ്ടാം വർഷം 2002-3 നിർത്തലാക്കിയതുകൊണ്ട് നമ്മുടെ 20 ലീവ് പോയി, ലീവ് സറണ്ടർ പോയി, കിട്ടിയില്ല. 2003-4 10 ദിവസത്തെ സറണ്ടർ ആന്റണി തിരിച്ചു തന്നു. അപ്പോൾ നഷ്ടപ്പെട്ടത് എത്ര? 10. അപ്പോൾ എത്രയായി? 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് 20 + 10 30. തൊട്ടടുത്ത വർഷം 2004-5 രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പ് ബാക്കിയുള്ള 10 കൂടെ തിരിച്ചു തന്നു, 20 തിരിച്ചു തന്നു. അപ്പോൾ അന്ന് ഇവ പറയുന്ന കറുത്ത ഉത്തരവിലൂടെ, ഇവർ പറയുന്ന കൊലപാതക ഉത്തരവിലൂടെ, UOP 56 എന്ന് പറയുന്ന 2002 ഉത്തരവിലൂടെ നമുക്ക് മൊത്തത്തിൽ നഷ്ടപ്പെട്ട ലീവ് സറണ്ടർ നിർത്തലാക്കിയതിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് 30 ദിവസത്തെ ലീവ് സറണ്ടർ. ഇപ്പോൾ നമ്മുടെ ലീവ് സറണ്ടറിന്റെ എണ്ണം 30. അതാക്കിയത് ആര്? ആന്റണി അല്ല, നയനാരല്ല,
മറ്റാരുമല്ല ശ്രീമാൻ ഉമ്മൻചാണ്ടി 30 ആക്കി. 30 കഴിഞ്ഞ 5 വർഷമായിട്ട് 30 ദിവസം നോക്കുക. ഓരോ വർഷവും 30 വെച്ച് 5 വർഷമായപ്പോൾ 150 ദിവസം. 30 ദിവസം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവൻ സമരം ചെയ്തു, ജയിലിലേക്ക് പോയി. 150 ദിവസം നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ അഭിവാദ്യ പ്രകടനം നടത്തി, ഇവിടെ ആശീർവാദ പ്രകടനം നടത്തി. ഈ സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാരൻ മുന്നോട്ട് പോകുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. 150 ദിവസം എന്തിനാ മാറ്റിയത്? ഡെഫേർഡ് എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് ഉപയോഗിച്ചു. ഡെഫേർഡ് എന്ന വാക്കിന് ഇത്രയും വലിയ ഗുണമുണ്ട് എന്ന് നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. കാരണം ലീവ് സറണ്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വർഷത്തെ ലീവ് സറണ്ടർ ഇപ്പൊ നമുക്ക് ലീവ് സറണ്ടർ ചെയ്യാൻ പറ്റില്ല. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പറ്റൂ. അപ്പൊ ഓരോ വർഷം പറഞ്ഞാൽ മതി. ഈ വർഷം മാറ്റി വെച്ചു, പോയി, നിർത്തലാക്കി എന്ന് പറയണ്ട. അടുത്ത വർഷം 2021-22 മാറ്റി വെച്ചു, പോയി, നിർത്തലാക്കി എന്ന് പറയണ്ട. ഇതാണ് ഈ സർക്കാർ ചെയ്യുന്നത്. വാക്കുകൾ കൊണ്ട് ഇങ്ങനെയുള്ള കളികൾ കളിച്ചു. അപ്പോ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരനെ നഷ്ടങ്ങൾ ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ച ഈ സർക്കാരിനെതിരെ ആവണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഈ സർക്കാരിനെതിരെ നമ്മൾ നാളെ വോട്ട് ചെയ്യുമ്പോൾ, 27-ാം തീയതി വോട്ട് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ സർക്കാരിനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്, ഒരു താക്കീതാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ ഭരിച്ചാൽ പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ ഡിലെ തരാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ ലീവ് സറണ്ടർ തരാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും വലിയൊരു താക്കീതായിരിക്കും. ആ താക്കീതിന് വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സഹകരണ ജനാധിപത്യ മുന്നണിയുടെ പാനലിന് വോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ